യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോനെ, വിനയൻ എങ്ങനെയുണ്ട് മോനെ? ഇപ്പൊ ബെറ്ററായി വരുന്നുണ്ട് അച്ഛാ. അപകടനില തരണം ചെയ്തെന്നാ പറയുന്നത്. ഓഹോ, രക്ഷപ്പെട്ടു. അതൊക്കെ ശരിയാ. വിനയന് വയ്യെന്നറിയുമ്പോ അന്വേഷിച്ചു പോവുകയൊക്കെ വേണം. പക്ഷേ അതിന് ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയാ. പക്ഷെ ഇങ്ങനൊരു കാര്യം അറിയുമ്പോ പോവാതിരിക്കാൻ പറ്റുമോ? അതിന് നിങ്ങൾക്ക് കുഞ്ഞിനെ ഇവിടെ ആക്കിട്ട് പോവായിരുന്നല്ലോ. കുഞ്ഞിനെ നോക്കാൻ ഞാനും വാസന്തി ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ പോയ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമായിരുന്നു. അതെ, ഇനിയിപ്പോ കുറച്ച് കറക്കമൊക്കെ കുറയ്ക്കണം. കുഞ്ഞിന്റെ കാര്യം വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. ഇല്ലേ ചേച്ചി, ഞങ്ങളങ്ങനെ പുറത്തൊന്നും അധികം ഇറങ്ങിയില്ല. ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ദേ, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാ, ഈ പൊടി കുഞ്ഞിനെയും കൊണ്ട് അധികം ഹോസ്പിറ്റലിലേക്കൊന്നും പോവാത്തയാ നല്ലത്. പല പല അസുഖങ്ങളുമായ ആൾക്കാർ വരുന്ന സ്ഥല, അത് മറക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് ടൂർ പോയൊന്നുമല്ലല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതല്ലേ. എന്തിനാ ദേഷ്യപ്പെടുന്നേ? ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും അസുഖം പിടിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഓ അതെ, നിങ്ങളോട് പോണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. കുഞ്ഞിനെ വാസന്തിയോ അനിതയോ നോക്കുന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, അതിനെന്താ അത്ര ദേഷ്യപ്പെടുന്നേ? അതെ, എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. ആരുടെയും കൂടുതൽ സ്നേഹപ്രകടനമൊന്നും വേണ്ട. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞിന്റെ കാര്യത്തില് ഞങ്ങൾക്കാർക്കും കരുതലും സ്നേഹവും ഇല്ലെന്നാണോ ദയ പറഞ്ഞതിന്റെ അർത്ഥം? അതെ, വേറെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നീ കുറ്റം പറഞ്ഞോ. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം വേണ്ട. ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ജീവൻ തന്നെയാ. ഓ, നിങ്ങൾ എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ സ്നേഹമൊക്കെ ഞാൻ ശരിക്കും അറിഞ്ഞതാ. നിർത്ത്. എന്തിനാ ഞാൻ നിർത്തുന്നേ? ഞാനായിട്ടൊന്നും തുടങ്ങിയില്ലല്ലോ. എന്നോടല്ലേ പറഞ്ഞോണ്ട് വന്നത്? മോളെ, കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. മോള് കാര്യാക്കണ്ട. അത് തന്നെയാ ഞാനും പറഞ്ഞത്.